Guten Morgen zusammen. Ich bin Malayali എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉറക്കത്തിന് എണീറ്റേ ഉള്ളൂ. I just woke up, had a night shift. എൻ്റെ ഫ്രണ്ട്സ് woke me up like we'll go for a ride എന്നൊക്കെ പറഞ്ഞിട്ട്. So എനിക്കറിയില്ല where we are going actually. But it's just 1 hour drive. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 o'clock ആവുന്നു. 12 ഡിഗ്രി ആണ് ടെമ്പറേച്ചർ. കോൾഡ് തന്നെയാണ്, തണുപ്പ് ഫീൽ ചെയ്യുന്നൊക്കെ ഉണ്ട്. അതാണ് ജാക്കറ്റ് ഇട്ടിട്ടേക്കുന്നത്. പക്ഷെ അത്ര വലിയ കട്ടിയുള്ള ജാക്കറ്റ് ഒന്നും വേണ്ട, നല്ല സിമ്പിൾ ജാക്കറ്റ് മതി. So let's. Because it's the 30th, so I can just kill all my data. How much you have? നമ്മളിന്ന് മ്യൂർസ്ഡോഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ജർമ്മനിയില് റൈൻലൈൻ ഫാൾസ് റീജിയണിലാണ് മ്യൂർസ്ഡോഫ് ഉള്ളത്. ആൻഡ് ഇത് ഡോയ്ച്ച്ലാൻഡ് ലാങ്സ്റ്റ് ഹാങ്സൈൽ ബ്രുക്ക് എന്നാണ് പറയുന്നത്. അതായത് ഡോയ്ച്ച്ലാൻഡിലെ ജർമ്മനിയിലെ ലോങ്സ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ്, അവിടെയാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. ഹുൻസ്രുക്ക്, മിറ്റൻ ഹുൻസ്രുക്ക്. ഹുൻസ്രുക്ക് എന്ന് പറഞ്ഞ മൗണ്ടൈൻ ആണ്. അപ്പൊ ഇത് മൗണ്ടൈന്റെ നടുക്കിലാണ് ഈ പാലമുള്ളതെന്ന് തോന്നുന്നു. നമുക്ക് എന്താണെങ്കിലും പോയി നോക്കാം. അതുകൂടാതെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നാളെ ഈസ്റ്റർ ആണ്. അതുകൊണ്ട് ഫുൾ ഹോളിഡേ ആണ്. ഇവിടെ നിറച്ച് ആൾക്കാരാണ്. പാർക്കിംഗ് ലോട്ടിലൊക്കെ നിറച്ച് വണ്ടികളാണ് ഗൈസ്. അപ്പൊ അറിയില്ല, എനിക്ക് തോന്നുന്നു ഇവിടെ നിറച്ച് നല്ല ബിസി ആയിട്ടുള്ള കുറെ ഒരു സ്പോട്ടാണെന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് സീ. ഫുൾ തിരക്കാണ് ഗൈസ്. ഇവിടെ പുറത്തൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര തിരക്കാണ് ഗൈസ്. കണ്ടോ, കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും പുറത്തിറങ്ങി നടക്കാണ്. അതിന്റെ ഒന്നാമത്തെ റീസൺ ഇവിടെ ഇപ്പോ ഹോളിഡേസ് ആണ്, ഈസ്റ്റർ ഹോളിഡേസ് ആണ്. ഇന്നലെ മുടക്കായിരുന്നു, ഇന്ന് മുടക്കാണ്, നാളെ മുടക്കാണ്. കൂടാതെ ഈസ്റ്റർ മോണ്ടാക് എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റർ മൺഡേ ഉണ്ട്. വെറുതെ ഒന്നുമില്ല, ഞായറാഴ്ച ലീവ് ആയതുകൊണ്ട് ഞായറാഴ്ച എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കുന്നത് കാരണം കൊണ്ട് പിറ്റേ ദിവസം സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ളൊരു ദിവസം അതാണ്. പക്ഷെ അതുകൊണ്ട് ഈസ്റ്റർ ഹോളിഡേസ് ആയതുകൊണ്ട് എല്ലാവരും എന്താ ഈ ബ്രിഡ്ജ് കാണാനാണ് പോകുന്നത്. നമ്മളും ഈ ബ്രിഡ്ജ് കാണാനാണ് പോകുന്നത്. സോ ലെറ്റ്സ് സീ. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ. സാധാ ജർമ്മനിയിലെ ഒരു ഭയങ്കര ഡോർഫ് എന്ന് പറയും, അതായത് വില്ലേജ്. നമ്മുടെ നാട്ടിലെ നാട്ടിൻപുറം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വില്ലേജ് ആണിത്. തീരെ സൂര്യൻ കണ്ട, ഇതാണ് ഒരു നോർമലി ജർമ്മനിയിലെ ഒരു വെതർ. ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും. തീരെ വെളിച്ചില്ലാണ്ട് എപ്പോഴും ഇതേപോലത്തെ ഇരുണ്ട് മൂടിയ ഒരു കാലാവസ്ഥ. നടത്തം കാട്ടിന്റെ ഉള്ളിൽ കൂടെയാണ് വീണ്ടും നടക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ടല്ലോ ഇതൊക്കെ കാണാൻ. ഇപ്പൊ ഗൈസ് 12 ഡിഗ്രി ആണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞെങ്കിലും കുറച്ച് വിൻഡിഷ് ആണ്, തണുപ്പുണ്ട്. അപ്പൊ ഞാൻ ഈ ജാക്കറ്റ് ഇട്ടതിൽ ഇപ്പൊ കേതിക്കുന്നു. ഈ ജാക്കറ്റ് അല്ല ഇടേണ്ടത്, കുറച്ചും കൂടി ഹുഡിയൊക്കെ ഉള്ള ഒരു ജാക്കറ്റ്. കട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഹുഡി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഇത് വീണ്ടും നടത്തമാണ് ഗൈസ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നടന്നപ്പോ നമ്മൾ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പതാ കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും ഇതുപോലെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് അവരുടെ കയ്യിൽ വടിയൊക്കെ ഉണ്ട്, കുത്തിപ്പിടിച്ച് നടക്കാനായിട്ട്. നമ്മൾ ഇതിലേ ഇങ്ങനെ പോയിട്ട് അതിലേ ഇങ്ങനെ കാടാണ് ഗൈസ്, മൊത്തം കാടാണ്.
കാട്ടിലൂടെയുള്ള നടത്തം നല്ല രസമുണ്ട് കേട്ടോ. എന്തോ അക്ടിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്രോസ്റ്റ്, അതായത് ഇത് ഭയങ്കര തെന്നലുണ്ട് ഇവിടെ, കുറച്ചും കുത്തലാണ്. സോ അത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. കണ്ടോ ഇവര് നടക്കണുണ്ടോ, സീനാണ്. These people. കണ്ടോ അവൻ വീഴാൻ പോയി ഗൈസ്. സീനാണ് ഇവിടെ, വൻ സീനാണ്. ഈ ഉറങ്ങിയിരുന്ന എന്നെ ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്ര സീനായിരിക്കുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, എന്താ ചെയ്യാ. സോ ഗൈസ്, ജർമ്മനിയിലെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് തൂക്കുപാലം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഭയങ്കര നിറച്ച ആൾക്കാരാണ്, എന്താ അറിയില്ല, ഭയങ്കര തിരക്കാണ്. കം ഓൺ ഗൈസ്. കണ്ടോ, അതാണ് തൂക്കുപാലം. അങ്ങോട്ട് നോക്കൂ, ആൾക്കാർ നടന്നു വരുന്ന കാണാൻ പോവാണ്. നമ്മളിത് സ്റ്റാർട്ടിംഗ് ആണ്, ഇവിടുന്ന് നടന്ന് അത് അവിടെ അറ്റത്തെത്തണം. സോ ഇതാണ് ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ബ്രിഡ്ജ്. Das ist okay. Ich denke, das ist okay. നല്ല രസമുണ്ട്, പക്ഷെ എന്റെ ഇടയ്ക്ക് ഷേക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു ഇളക്കൊക്കെ ഉണ്ട് നടക്കുമ്പോ. പക്ഷെ ഇറ്റ്സ് ഗുഡ്, നല്ല രസമുണ്ട്. ഇവിടെ ഇപ്പൊ ഇതൊക്കെ വിന്റർ ആയ കാരണമാണ് എന്താ പറയാ ഒരു ഇലകളൊന്നും ഇല്ലാത്തത്. പക്ഷെ അല്ലെങ്കിൽ നല്ല രസമുണ്ടായി ഇങ്ങനെ കാണാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ സമ്മർ ആവുമ്പോൾ ഒന്നുകൂടി ഗൈസ് വരാം. നല്ല രസമുണ്ടല്ലേ, ഈ വലിയ ഭയങ്കര ലോങ്ങസ്റ്റ് പാലമാണ് ജർമ്മനിയിലെ. ഈ സ്ഥലം മറക്കണ്ട, റൈൻലൈൻ ഫാൾസ് എന്ന റീജിയനിലെ മ്യൂർസ്ഡോഫ് എന്ന സ്ഥലത്താണ് ഇതുള്ളത്. Guys, say dangerous. But it's not dangerous. എല്ലാം നല്ല പ്രൊട്ടക്റ്റീവ് ആണ്, ഇതെല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്, ഈ സാധനങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, അതുകൊണ്ട് അത്ര സീനൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോൾ ഭയങ്കര ഹൈറ്റിൽ കൂടെയാണ് നടക്കുന്നത്. ഗ്യാപ്പ് കൊടുത്തോ ബാക്കിയുള്ളവർക്ക് അവർക്ക് പോകാനായിട്ട്. സോ ഗൈസ്, നമ്മൾ നടുക്കിലെത്തിയിരിക്കുകയാണ്, ഇൻ ദ മിഡിൽ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര കാണാൻ നല്ല ഭംഗിയില്ലേ, ഫുൾ നല്ല രസമുണ്ട് കാണാൻ. ആൻഡ് അടിയിലോട്ടൊന്ന് നോക്കിയേ, ജസ്റ്റ് നമ്മൾ ഭയങ്കര ഹൈറ്റിലാണ്. ഇത് ഈ തൂക്കുപാല ഇളകുന്നതാണ്. ഈ ബ്രിഡ്ജ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ. അവിടെ നിന്നാണ്, ആ കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മളത് തുടങ്ങിയത്. കാണുന്നുണ്ടോയെന്നറിയില്ല, ഇത് അവിടെ നിന്നാണ്. അവിടെ നിന്ന് നടന്ന് ഇതാ ഇവിടെ എത്തി. നല്ല രസമുണ്ട് ഈ വ്യൂ ഒക്കെ കാണാനായിട്ട്. പക്ഷെ എനിക്ക് ഇത്തിരി ഹൈറ്റ് പേടിയായതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളകൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ മാറി നിന്നിട്ടാണ്, കണ്ടോ, നമ്മളിങ്ങനെ മാറി നിന്ന് കൊടുത്തിട്ടാണ്, അവർക്ക് വേ കൊടുത്തിട്ടാണ് നമ്മൾ നടക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഗൈസ്, ഇത് ജർമ്മനിയിലെ ഏറ്റവും വലിയ പാലമാണ്, ഹാങ്ങിങ് ബ്രിഡ്ജ്.
ഇതാണ് ജർമ്മനിയിലെ ഏറ്റവും വലിയ ഹാങ്ങിങ് ബ്രിഡ്ജ്. ജർമ്മനിയിൽ താമസിക്കുന്ന എല്ലാവരും, മലയാളികളായിട്ടുള്ള എല്ലാവരും, പ്ലീസ് ഡു കം ഹിയർ. നല്ല അടിപൊളി ഹൈക്കിംഗ് സ്പോട്ടാണ്. അപ്പോൾ ഗൈസ്, ഇത് നിർമ്മിച്ചിരിക്കുന്നതാണ് നിക്കോൾ കെർബർ. പിന്നെ ഇവിടെ കണ്ട 1 മില്യൺ വിസിറ്റേഴ്സ് ഓൾറെഡി വിസിറ്റ് ചെയ്തു 2019 ഒക്ടോബറിൽ. അപ്പോൾ ഇത് അതിലും കൂടുതൽ ആൾക്കാരായി ഇപ്പോൾ. സോ ഗൈസ്, ഞാനിപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ അടിയിലാണ്. ഞാൻ ആ കൺസ്ട്രക്ഷൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതായത് ഭയങ്കര ടെൻസൈലായിട്ട് വലിച്ചു മുറുക്കിയാണ് അവരത് വെച്ചിരിക്കുന്നത്. കമ്പികൾ കാണുന്നുണ്ടോയെന്നറിയില്ല, കമ്പികളുണ്ട് ഇവിടെ, ഫുൾ കമ്പികളാണ്. അതൊക്കെ ഇളകുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാർ നടക്കണ കാരണം കൊണ്ട് ഫുൾ അത് ഇളകുന്നുണ്ട്. ഇത് ഇളകുമ്പോഴാണ് നമ്മൾ ആ ഒരു ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം. സോ യാ, ആൾക്കാർ ഇത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ അടിയിൽ നിന്ന് ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അടിയിൽ നിന്ന് നമുക്ക് ആ ഒരു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടത്തമാണ് ഗൈസ്. ഇതിന്നൊന്നും തീരില്ലേ എന്നാണ് ചോദിക്കുന്നല്ലേ, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, നാച്ചുറൽ ലവർ ആയിപ്പോയില്ലേ. സോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നടന്നല്ലേ പറ്റും. ഒരാവശ്യമില്ല ഗൈസ്. പക്ഷെ ഇതാ ഇതിൽ കൂടെ ഇറങ്ങിയാണ്, ഇതിങ്ങനെ ഇറങ്ങി ഇതാ ഞങ്ങളിതാ ഇങ്ങനെ പോയി. ഞാനൊന്ന് വീണു, എൻ്റെ കൈയൊക്കെ ഒന്ന് കണ്ടോ, എൻ്റെ കൈയൊക്കെ ജസ്റ്റ് ഒന്ന് ഡേർട്ടായി. ഇപ്പോൾ ഗൈസ്, ബുർക്രോയ്സ് പോയിന്റ് ആണ്. അതായത് നമുക്ക് നമ്മുടെ മലകളൊക്കെ കുറച്ച് നന്നായിട്ട് കാണാനായിട്ട്, ഹൈറ്റ് മുകളിൽ നിന്ന് കാണാനായിട്ടാണ്. സോ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതെവിടെ ഒരു കുരിശുണ്ട്. ഇതാണ് ആ പോയിന്റ്. കണ്ടോ, ഇവിടെ നമുക്ക് ഇരിക്കാം. ഇരുന്ന് നമുക്ക് ഫുൾ ഫോറസ്റ്റ് നമുക്ക് ഇങ്ങനെ കാണാം. അവിടെയാണ് ആ തൂക്കുപാലം. കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാ നാളെ ഈസ്റ്റർ പ്രമാണിച്ച് ഹാപ്പി ഈസ്റ്റർ എവരിവൺ. ഇത് കണ്ടോ, കാട്ടിൻ്റെ ഉള്ളിൽ മാതാവുണ്ട്. കണ്ടോ, ഡാങ്കെ മുട്ടർ ഗോട്ടസ്, ഡാങ്കെ മേരിയ. ഡാങ്കെ എന്ന് പറഞ്ഞാൽ താങ്ക്സ്. നമുക്കിനി കുരിശിൻ്റെ വഴിയൊന്ന് പോകാം. സ്റ്റേഷൻസ് ഓഫ് ക്രോസ്. ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ദേ കണ്ടംസ് ജീസസ് ടു ഡൈ. ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ജീസസ് accepts his cross. ജീസസ് falls first time. ഈശോ മിശിഹ 1-ാം പ്രാവശ്യം വീഴുന്നു. ജീസസ് met his mother. വഴിയിൽ വെച്ച് മാതാവിനെ കാണുന്നു. ഷിമയോൻ ഈശോയെ സഹായിക്കുന്നു. സിമോൻ help Jesus to carry the cross. വെറോണിക്ക ഓഫർ ഹെർ വെയിൽ ടു ജീസസ്. വെറോണിക്ക മിശയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ജീസസ് ഫാൾസ് സെക്കൻഡ് ടൈം. 2-ാം പ്രാവശ്യം വീഴുന്നു. ജീസസ് സ്പീക്സ് ടു ദി വുമൻ. നഗരത്തിലെ സ്ത്രീകളോട് സംസാരിക്കുന്നു. ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. ഫാൾസ് തേർഡ് ടൈം. മിശിഹായുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. സ്ട്രിപ്ഡ് ഓഫ് ഹിസ് ഗാർമെന്റ്സ്. ഈശോയെ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ജീസസ് ഈസ് നെയിൽഡ് ടു ദി ക്രോസ്. ജീസസ് ഡൈസ് അപ്പോൺ ദി ക്രോസ്. കുരിശിൽ തൂങ്ങി മരിക്കുന്നു. മിശിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ജീസസ് ഇസ് ടേക്കൺ ഡൗൺ ഫ്രം ദി ക്രോസ്. ഫൈനലി ബറീഡ്. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ കാട് ഇതുണ്ടോ, ഇതാണ് ജർമ്മനിയിലെ ഒരു നോർമൽ കാടാണ്. നല്ല വെള്ളമൊക്കെ വരുന്നുണ്ട്. സോ ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ ബ്രിഡ്ജ് ഉള്ളത്.
ഈ ലോങ്ങസ്റ്റ് ജർമ്മനിയിലെ ദ ലോങ്ങസ്റ്റ് തൂക്കുപാലമാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും വന്ന് കാണാൻ നിർബന്ധിക്കുന്നു. സോ പ്ലീസ് ഡു കം ഹിയർ ആൻഡ് ഹാവ് എ വെരി ഗുഡ് ഹൈക്കിംഗ് എക്സ്പീരിയൻസ്. സൈനിങ് ഓഫ് ഇഷ്ബിൻ മലയാളി. സി യു. No, this is the one.